സ്റ്റൗവിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കുറച്ച് സിംറ്റംസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പോൾ അതൊക്കെ വലിയ അടുപ്പ്, ഇതിനകത്ത് തീയും ഇല്ല, അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗത്തിന് ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ കുറച്ച് പക്ഷെ അംബാനിയും ഒരു കസ്റ്റമറാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ അംബാനിയും കസ്റ്റമറാണ്. അയാളും പല സ്ഥലത്തുനിന്നും പല സാധനം വാങ്ങിക്കുന്നില്ലേ. നമ്മളെല്ലാവരും ലോകത്ത് എല്ലാവരും കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ആ ഒരു നിലയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. തുടങ്ങിയതേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് കുറച്ച് നാളും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ വാ തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ബെൻഡാണ്. ആ സമയം ഇവിടെ കണ്ടോ, അടുത്തിരിക്കുന്ന കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് ബെൻഡാണ്. അതായത് ഈ സാധനം. അപ്പം ആ ഒരു അളവിൽ വരുന്നത് നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് തീയുടെ എഫിഷ്യൻസി കൂടുതലുള്ള അടുപ്പുകൾ എടുക്കാൻ പറ്റും. അത് സെമി ബ്രാസിലായാലും ശരി, ഫുൾ ബ്രാസിലായാലും ശരി പറയും. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറയും, ചേട്ടാ അത് ബർണർ പോയിട്ടില്ല, ഞങ്ങൾ എടുത്തിട്ട് ആകെ 1.5 വർഷം ആയുള്ളൂ, അല്ലെങ്കിൽ 2 വർഷം ആയുള്ളൂ, ബർണർ പോയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പം ഞാൻ കൺഫേംഡ് പറയും, ചേട്ടാ അത് ബർണർ പോയതാണ്. ഒന്നുകിൽ അഴുക്ക് അതെ. കൂടുതലും ആൾക്കാർ എന്നോട് കൂടുതലും, അതായത് എനിക്ക് തോന്നുന്നു പുതിയ സ്റ്റൗ വാങ്ങിക്കുന്നതിനേക്കാളും കൂടുതൽ എൻക്വയറി വരുന്നത് എന്നാന്ന് പറഞ്ഞാൽ നിലവിലുള്ള സ്റ്റൗ, അതായത് ഹോബ്, ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന ഹോബ്, അതിന്റെ കംപ്ലൈന്റ് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. ഇപ്പോൾ 1 വർഷമായി ചേട്ടാ, 6 മാസമായി, അല്ല 1.5 വർഷമായി, 2 വർഷമായി, ഇങ്ങനെ അൺഈവലായിട്ടാണ് ഇത് കത്തുന്നത്, സൈഡിൽ നിന്ന് തീ വരുന്നുണ്ട്, പിന്നെ അതുപോലെ ഇങ്ങനെ ടപ്പ് ടപ്പ് ഒച്ചയായിട്ട് ഓഫായി പോകുന്നു, പിന്നെ അതുപോലെ തന്നെ തീക്ക് ചൂടില്ല, പക്ഷേ പാത്രത്തെ ഭയങ്കര കരിയാണ്. ഇങ്ങനെ കുറേ കംപ്ലൈന്റുകൾ എന്നോട് വിളിച്ച് പറയാറുണ്ട്. അപ്പൊ ഈ സിംറ്റം പറയുമ്പോൾ എല്ലാം തന്നെ ഞാൻ പറയും, നിങ്ങൾ ബർണർ പോയിട്ടുണ്ട്, അതാണ് ഈ പ്രശ്നം എന്ന് പറയും. അപ്പോൾ കസ്റ്റമർ വിളിച്ചിട്ട് പറയും, ചേട്ടാ അത് ബർണർ പോയിട്ടില്ല, ഞങ്ങൾ എടുത്തിട്ട് ആകെ 1.5 വർഷം ആയുള്ളൂ, അല്ലെങ്കിൽ 2 വർഷം ആയുള്ളൂ, ബർണർ പോയിട്ടില്ല എന്നൊക്കെ പറയും. അപ്പൊ ഞാൻ കൺഫേംഡ് പറയും, ചേട്ടാ അത് ബർണർ പോയതാണ്. ഒന്നുകിൽ അഴുക്ക് കയറിയതായിരിക്കും, അല്ലെങ്കിൽ ബർണർ പോയതായിരിക്കും. അപ്പൊ അതെങ്ങനെ പോയെന്ന്, എങ്ങനെയാണ് പോകുന്നത്, അല്ലെങ്കിൽ അത് പോയത് എങ്ങനെ അറിയാം, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. പക്ഷെ ആ ചോദിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു 60% കസ്റ്റമറേ ഉള്ളൂ. ബാക്കി 40% കസ്റ്റമർക്ക് ഇത് മനസ്സിലാവും എങ്ങനെയാ പോകുന്നത്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പ്രത്യേകിച്ച് പറയുന്നത്, ഈ ബർണർ എങ്ങനെ പോകുന്നത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. അത് സിമ്പിൾ ആണ്, ശകല സെൻസ് ഉണ്ടെങ്കിൽ എല്ലാവർക്കും മനസ്സിലാക്കാവുന്നേ. പക്ഷെ എന്നിട്ടും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എങ്ങനെ പോയി എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ ഇത് എന്നാന്ന് പറഞ്ഞാൽ, നമ്മൾ ഹോബുകളിൽ മാത്രമേ ഉള്ളൂ ഈ കംപ്ലൈന്റ് കൂടുതലും വരുന്നുള്ളൂ. ഗ്രാനൈറ്റ് കട്ട് ചെയ്ത് വെക്കുന്ന ഹോബുകളിൽ മാത്രമേ ഉള്ളൂ ഈ കംപ്ലൈന്റ് കൂടുതലായിട്ട് വരുന്നുള്ളൂ. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. എല്ലാവരും എന്നോട് പറയും, ചേട്ടാ ഫുൾ ബ്രാസ് മതി, ഫുൾ ബ്രാസ് ആണെങ്കിൽ ഈ കംപ്ലൈന്റ് വരില്ലല്ലോ എന്ന് പറയും. സത്യം പറഞ്ഞാൽ ഫുൾ ബ്രാസിലും സെമി ബ്രാസിലും എല്ലാം ഈ കംപ്ലൈന്റ് വരും. പിന്നെ കമ്പനിയല്ലേ, കമ്പനി എല്ലാ കമ്പനികളും പല രീതിയിലും പറയും. എന്നെ സംബന്ധിച്ച് ആസ് എ ടെക്നീഷ്യൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ, ഫുൾ ബ്രാസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഭയങ്കര ഒരു ഗുണമൊന്നും കാഴ്ചയിലൊന്നും വരത്തൊന്നുമില്ല. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മള് എന്താ പറയുന്നത്, റേഡിയൽ ടയർ ഇടുന്നതും നോർമൽ ടയർ ഇടുന്നതും തമ്മിലുള്ള കാറിന്റെ ഒരു കാണാനുള്ള ഒരു ക്യൂട്ട്നെസ്സും ചെറിയൊരു വ്യത്യാസമൊക്കെ ഉണ്ടല്ലോ, നമുക്ക് യാത്രയിലുള്ള ഒരു വ്യത്യാസവും അങ്ങനെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഫുൾ ബ്രാസ് എല്ലാത്തിലും എന്ന് ഞാൻ പറയുന്നില്ല, ചില ഫുൾ ബ്രാസ് ബർണറുകളിൽ തീയുടെ അളവ് കൂടുതലാണ്. അല്ലാതെ അത് ഹീറ്റിംഗ് എഫിഷ്യൻസി കൂടുതലായതുകൊണ്ടല്ല. അതായത് ഇപ്പൊ ഞാനിപ്പോ ഈ ഒരു ബർണർ കാണിച്ചിട്ട് ഇതേ സെമി ബ്രാസിൽ കത്തുന്നതും നോർമലി കത്തുന്നതും തമ്മിലുള്ള ഹീറ്റിംഗ് എഫിഷ്യൻസി വ്യത്യാസമൊന്നുമില്ല, കൂടുതലായിട്ടൊന്നുമില്ല. പക്ഷെ ചില അടുപ്പുകൾ ഇപ്പൊ ഇതുപോലത്തെ ഒരെണ്ണം കത്തുന്നെങ്കിൽ വേറെ ഒരെണ്ണത്തിൽ അത് ചിലപ്പോൾ ഫുൾ ബ്രാസിൽ കൂടുതലുണ്ടാവാം. അതെന്താ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാൻ മേലാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിനൊക്കെ ഒരു അളവുണ്ട്. ഇപ്പൊ 2.7 അല്ലെങ്കിൽ 3.7, 3.2, 1.7 അങ്ങനെ ഒരു അളവുണ്ട്. അപ്പൊ ആ അളവ് ഇതൊക്കെ എനിക്ക് തോന്നുന്നു 2.0 2.2 വരുന്നതെന്ന് തോന്നുന്നു. ഇതിൽ 1.7 ഒക്കെ ഉണ്ട്. അപ്പം ആ ഒരു അളവിൽ വരുന്നത് നമ്മൾ നോക്കിയാൽ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ നമുക്ക് തീയുടെ എഫിഷ്യൻസി കൂടുതലുള്ള അടുപ്പുകൾ എടുക്കാൻ പറ്റും. അത് സെമി ബ്രാസിലായാലും ശരി, ഫുൾ ബ്രാസിലായാലും ശരി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഫുൾ ബ്രാസ് നമുക്ക് എപ്പോഴും കാണാൻ ഭയങ്കര ലുക്ക് വൈസ് അടിപൊളിയായിരിക്കും. അതിനകത്ത് യാതൊരു സംശയമില്ല, ഫുൾ ബ്രാസ് ലുക്ക് വൈസ് അടിപൊളിയായിരിക്കും. പക്ഷെ ഇതൊക്കെ നമ്മൾ എടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, എപ്പോഴും നമ്മൾ സേഫ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു വാറണ്ടി നിങ്ങൾ എടുത്തിരിക്കണമെന്നുള്ളതാണ്. എപ്പോഴും ഞാൻ അത് പറയുമ്പോൾ നിങ്ങൾക്ക് വേണം, എന്നെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ പറയാം അവന് വാറണ്ടി കമ്പനി സ്വന്തമായിട്ട് ഉള്ളതുകൊണ്ടാണ് അവൻ അങ്ങനെ പറയുന്നത്. അങ്ങനെയല്ല, ഞങ്ങൾക്ക് വാറണ്ടി കമ്പനി സ്വന്തമായിട്ടുണ്ടെങ്കിൽ അതുകൊണ്ടല്ല നമ്മൾ ഒരിക്കലും നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ വേറെ ഏതെങ്കിലും വാറണ്ടി എടുക്കും, ഞങ്ങളുടെ എടുക്കണം നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ വേറൊരു വാറണ്ടി കമ്പനിയിൽ നിന്ന് നിങ്ങൾ എടുക്കുക. ഇഷ്ടംപോലെ ഇന്ത്യയിൽ എത്ര വാറണ്ടി കമ്പനികളുണ്ട്, ഏതെങ്കിലും ഒരു വാറണ്ടി കമ്പനിയിൽ നിന്ന് എടുക്കുക.
അപ്പൊ അത് ഓക്കെ ആവും. ഞങ്ങളുടെ വാറണ്ടി കമ്പനിക്ക് മറ്റുള്ള കമ്പനിയിൽ നിന്നും പ്രത്യേകത എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് അപ്ലയൻസസ് മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഫെസിലിറ്റീസ് കൂടുതലുണ്ട്. അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ എടുക്കണമെന്നില്ല, നിങ്ങൾ വേറൊരു കമ്പനിയുടെ വാറണ്ടി എടുത്താലും കുഴപ്പമില്ല, പക്ഷെ വാറണ്ടി എടുത്താൽ സേഫ് ആയിരിക്കും. അപ്പം ഈ ബർണർ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഞാൻ ഈ ഫുൾ ബ്രാസിന്റെ കാര്യം പറയാൻ തന്നെ കാരണം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുൾ ബ്രാസ് ബർണറാണ്. ഈ ഫുൾ ബ്രാസ് ബർണർ ശരിക്കും ഡാമേജ് ആണ്. ഇത് നിങ്ങൾക്ക് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഇങ്ങനെ അടുത്ത് വെച്ച് കാണിക്കുന്നുണ്ടോ? ഇത് ഒരു പ്രമുഖ ബ്രാൻഡിന്റെ ആണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും, പെട്ടെന്ന് ഇങ്ങനെ നോക്കി അറിയത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ബർണർ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും ഏത് ബ്രാൻഡിന്റെ ആണ്. ഞാൻ ബ്രാൻഡൊന്നും പറയുന്നില്ല, പക്ഷെ ഞാൻ ബാക്കിൽ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഇട്ട് തരാം. അതിനകത്ത് ബ്രാൻഡ് എല്ലാം ഉണ്ട്. നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും വരാനുള്ളത് വഴി തങ്ങത്തൊന്നുമില്ല, അത് വന്നു തന്നെ പോവുള്ളൂ. അപ്പൊ ഇതൊക്കെ പോകാനുള്ളത് പോകും. അതിപ്പോ ഏത് ബ്രാൻഡ് എടുത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. നമ്മളിപ്പോ ഒരു കാർ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്നാ ചെയ്യുന്നത്? നമ്മൾ ചുമ്മാ കാർ ഓടിക്കുക മാത്രമല്ല ചെയ്യുന്നത്, അതിന് ഇൻഷുറൻസ് എടുക്കും, അതിന് സർവീസ് ഉണ്ടെങ്കിൽ അത് ചെയ്യും. അതെല്ലാം പ്രത്യേകതകളാണ്. അതായത് ഇപ്പൊ നമ്മളൊരു മാരുതി 800 എടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് പോലെ ആയിരിക്കില്ല ഒരു BMW എടുക്കുമ്പോൾ. അത്രയും കോസ്റ്റ് വ്യത്യാസമുണ്ട്. ആ സെയിം തന്നെ നിങ്ങൾ സ്റ്റൗ എടുക്കുമ്പോഴും ഹോബ് എടുക്കുമ്പോഴും വ്യത്യാസം വരും. സ്റ്റൗ എടുക്കുമ്പോൾ ഒരു മാരുതി 800 എടുത്തു, ഹോബ് എടുക്കുമ്പോൾ ഒരു BMW എടുത്തു. BMW എടുക്കുമ്പോൾ കോസ്റ്റ് കൂടുതലായിരിക്കും സർവീസിന്. അപ്പൊ നമ്മൾ എന്നാ ചെയ്യും? കുറച്ചും കൂടെ അതിന് സർവീസ് വാറണ്ടിയും കാര്യങ്ങളും എല്ലാം നമ്മൾ എക്സ്ട്രാ എടുക്കാൻ പറ്റുന്ന എല്ലാം എടുത്ത് സേഫ് ആവും. അപ്പൊ നമുക്ക് വലിയ തലവേദന വരത്തില്ല. അതേസമയം മറ്റേ 800 അതിന്റെ ആവശ്യമില്ല. കാരണം നമുക്കൊരു 150 രൂപ മുതൽ 1000, 1500, 2000 രൂപ വരെയുള്ള സ്പെയറുകളൊക്കെ ഉള്ളൂ അതിനകത്ത് വരുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത്. അപ്പം ഇത് അതുപോലെ ഒരു BMW ആണെന്ന് വിചാരിച്ചു. അതുപോലെ ഒരു എന്താ പറയുന്നത്, ഒരു കൂടിയ ഒരു ബ്രാൻഡ്, അതിന്റെ ഒരു ബർണറാണ് ഇത്. ബർണർ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഫേമസ് ആയിട്ട് എന്നോട് ചോദിച്ച് വരുന്ന ഒരു ബ്രാൻഡിന്റെ ബർണറാണ്. ഇത് എടുത്തിട്ട് 2 വർഷം തികച്ചാകുന്നേ ഉള്ളൂ. 1 വർഷമേ കമ്പനി വാറണ്ടി ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ ഇവിടെ നോക്കിയാൽ കണ്ടോ, ഇത് നല്ല സീറ്റിംഗ് ആണ്. ഇവിടെ കണ്ടോ, ഇത് നല്ല സീറ്റിംഗ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ, ഇവിടെ വാ തുറന്നിരിക്കുന്ന കണ്ടോ. ഇത് സിംറ്റം തുടങ്ങിയതേ ഉള്ളൂ. വേണമെങ്കിൽ ഇത് കുറച്ച് നാളും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് കണ്ടോ, ഇവിടെ വാ തുറന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അത് ബെൻഡാണ്. ആ സമയം ഇവിടെ കണ്ടോ, അടുത്തിരിക്കുന്ന കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് ബെൻഡാണ്. അതായത് ഈ സാധനം ബെൻഡാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. വളഞ്ഞിരിക്കുന്ന കാണാൻ പറ്റുന്നുണ്ടോ? ഒരു ചെറിയ വളവുണ്ട്. ഇതിൽ കൂടുതൽ വളവാകും, അത് ഞാൻ വേറെ കാണിച്ചു തരാം. പിന്നെ ഇത് കണ്ടോ, ഇത് വലിയ സ്ട്രെങ്ത് ഇല്ലാത്തതാണ്. ഇത് ദ്രവിച്ചു പോകും. എല്ലാ ബ്രാൻഡുകളുടെ ഇത് കുറെ നാളെ കഴിയുമ്പോൾ ദ്രവിച്ചു പോകും. പക്ഷെ അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു ടിപ്പും കൂടെ ഉണ്ട്. അതായത് ഇത് നമ്മൾ നോക്കുമ്പോൾ എപ്പോഴും കത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാണാം ഇതിനകത്തൊരു കറുത്ത പൗഡർ വന്ന്, ഇവിടെയൊക്കെ കറുത്ത പൗഡർ ഇരിക്കുന്നതാണ്. അത് നമ്മൾ എപ്പോഴും എടുത്ത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പരിധി വരെ ഈ സംഭവം വരുന്നത് കുറയും, ഒരു പരിധി വരെ. അല്ലാതെ അത് ചെയ്തുകൊണ്ട് ഒരിക്കലും ഇത് ഭംഗിയായിട്ടിരിക്കത്തൊന്നുമില്ല. ഒരു പരിധി വരെ കുറയും. കാരണം ഞാനത് പറഞ്ഞു തരാം. ഇത് കണ്ടോ, ഈ ഒരു സീറ്റിങ് പോകുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇത് നല്ല സ്റ്റൗ ആണെന്നിരിക്കട്ടെ, ഞാൻ നല്ലൊരു ബർണർ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നല്ലൊരു ബർണറാണ്. നിങ്ങൾ ഇത് കത്തിക്കുന്ന സമയത്ത് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു കരട് പോലെ എന്തെങ്കിലും വരത്തക്ക രീതിയിൽ എന്തെങ്കിലും കയറ്റി വെക്കുക. എന്നിട്ട് ഇതെടുത്ത് വെക്കുക. ഇതെടുത്ത് വെക്കുമ്പോൾ ഇതിങ്ങനെ പൊങ്ങിയിരിക്കും. ഇങ്ങനെ പൊങ്ങിയിരുന്ന് തന്നെ ഇതൊരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം കത്തുവാണെങ്കിൽ ഈ സാധനം ബെൻഡായി പോകും. ഇതിനൊന്നും സംഭവിക്കത്തില്ല. ഇത് സെമി ബ്രാസ് ആയാലും ഫുൾ ബ്രാസ് ആയാലും ഇതിനൊന്നും സംഭവിക്കത്തില്ല. ഇത് ബെൻഡായി പോകും. അതായത് ഈ മേളത്തെ ടോപ്പ് ബെൻഡായി പോകും. ഇവിടെ സംഭവിക്കുന്നത് ഇതിനിടയ്ക്ക് അഴുക്ക് കയറിയിരിക്കുമ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് സാധാരണ പോകേണ്ടതിനേക്കാളും പെട്ടെന്ന് ഡാമേജ് ആയി പോകും. അപ്പൊ അതുകൊണ്ടാണ് നിങ്ങൾ എപ്പോഴും ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ക്ലീൻ ആയിരിക്കണമെന്ന് പറയുന്നത്. എപ്പോഴും അടുപ്പ് നല്ല പക്ക ക്ലീൻ ആയിരിക്കണമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. പക്ഷെ അതുകൊണ്ട് മാത്രം ഈ സംഭവം റെഡിയാവോ? റെഡിയാവത്തില്ല. ഇത് സ്വർണം പോലെയാണ്, ഇത് ബ്രാസ് ആണ്. ഇത് എപ്പോഴും നിങ്ങൾക്ക് ഇതായിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇപ്പൊ ഇത് ബ്രാസ് ആയിട്ട് നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് തോന്നുന്നുണ്ടോ ഇത് ബ്രാസ് ആണെന്ന്? ഞാൻ പറഞ്ഞുകൊണ്ടല്ലേ നിങ്ങൾക്ക് ബ്രാസ് ആണെന്ന് മനസ്സിലായത്. എല്ലാ ബ്രാസ് ബർണറുകളും കുറെ നാൾ കഴിയുമ്പോൾ ഇതുപോലെ കറുത്തു വരും. പിന്നെ അതിന് ഓരോ ലിക്വിഡ് സൊല്യൂഷൻ ഒക്കെ ഉണ്ട് ക്ലീൻ ചെയ്യാനായിട്ടൊക്കെ. അത് ചെയ്താലും നിങ്ങൾ ഈ പറയുന്ന പോലെ ഇതുപോലെ സ്വർണ്ണ കളറിലൊന്നും വരത്തില്ല. ഒരു പരിധി വരെയൊക്കെ ഒരു ചെറിയ കളറിങ്ങൊക്കെ കയറി വരുമെന്നല്ലാണ്ട് ഭയങ്കര ഇതൊന്നും വരത്തില്ല. അപ്പം ഞാനത് പറഞ്ഞു വന്നത് ഒരിക്കലും നിങ്ങൾ ഫുൾ ബ്രാസ് എടുക്കണ്ടെന്നോ ഒന്നുമല്ല. നിങ്ങൾക്ക് കാശുള്ളവർക്ക് എടുക്കാം. പക്ഷെ കാശില്ലാത്തവർ അതിലേക്ക് എത്തിപ്പിടിക്കുന്നുണ്ട്. പൈസ കയ്യിൽ ഇല്ലാത്തവർ എനിക്ക് ഫുൾ ബ്രാസ് മതി, അതെടുത്താൽ ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ നിങ്ങൾ എടുക്കാൻ നോക്കണ്ട. ഫുൾ ബ്രാസ് എടുക്കണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് അതിൽ കാശുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. പിന്നെ ഒരു വാറണ്ടി എടുത്തിട്ടാണെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എടുക്കാം, ഒരു പ്രശ്നമില്ല. വാറണ്ടി ഇല്ലാതെ ഒരു കാരണവശാലും എടുക്കില്ല. കാരണം എന്നാന്ന് പറഞ്ഞാൽ ഒരു സെമി ബ്രാസ് ഇതേ സാധനം തന്നെ ഒരു സെമി ബ്രാസ് എടുക്കുമ്പോൾ ഒരു 4000 രൂപ ആവുമെങ്കിൽ ഫുൾ ബ്രാസ് എടുക്കുമ്പോൾ ഒരു 7000 രൂപയാവും. അത്രയും വ്യത്യാസമുണ്ട്. അപ്പൊ വാറണ്ടി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും കമ്പനി ഈ സാധനം മാത്രമായിട്ട് തരത്തില്ല, ഇത് ഫുള്ളായിട്ട് തരുള്ളൂ.
അപ്പം ഒത്തിരി പൈസ ആവും. അപ്പൊ എപ്പോഴും നിങ്ങൾ കാശുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ബ്രാസ് എടുത്തോ, ഒരു പ്രോബ്ലം ഇല്ല. ഇനി അതല്ല വാറണ്ടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ബ്രാസ് എടുത്തോ, ഒരു കുഴപ്പമില്ല, ഫ്രീ കോസ്റ്റിൽ മാറി കിട്ടും. വാറണ്ടി ഇല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ ഫുൾ ബ്രാസ് എടുക്കുകയോ ചെയ്യില്ല. കാരണം നിങ്ങൾക്ക് അത് സർവൈവ് ചെയ്ത് പോകാൻ പറ്റത്തില്ല. ഒരു സാധാരണക്കാരന്റെ കാര്യം പറയുന്നത്, കാശുള്ളവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. അപ്പോൾ ഒന്നത് അങ്ങനെ നിങ്ങൾ ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ ഒരു പരിധി വരെ മാറും. പിന്നെ ഇത് നിങ്ങൾ ക്ലീൻ ചെയ്താലും ക്ലീൻ ചെയ്തില്ലെങ്കിലും സംഭവിക്കുന്നത് എങ്ങനെയാണ്? അത് ഇത് കണ്ടോ, ഇതിന്റെ അവസ്ഥ കണ്ടോ? ഇതും ഒരു പ്രമുഖ ബ്രാൻഡിന്റെ തന്നെയാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും ഉണ്ട് ഇങ്ങനത്തെ ബർണർ. ഇത് ശരിക്കും ഇങ്ങനെ ഇരിക്കേണ്ട സാധനമല്ല. ഇത് ഇതുപോലെ ചേർന്നിരിക്കേണ്ട, അതായത് ഇത് കണ്ടോ, ഇതുപോലെ ഇരിക്കേണ്ടതാണ്. ഇങ്ങനെ ഇത്രയും ഇതായിട്ട്, ഇതും പഴയത് തന്നെയാണ്. ഇതുപോലെ ഇരിക്കേണ്ട ബർണറാണ് നിങ്ങൾക്ക് ഇവിടെ ഇത് കണ്ടോ, ഇതിനകത്തേക്ക് ഇറങ്ങി കിടക്കുന്ന കണ്ടോ. അതായത് ഇത് ചുരുങ്ങിപ്പോയി. അതാണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ കാണിച്ച സ്റ്റൗവിന്റെ ഇത് കണ്ടോ, ഇത് ഫുൾ ബ്രാസാ. ഇത് ഫുൾ ബ്രാസ് ആണോ എന്ന് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇനി അതൊരു ഡൗട്ട് അടിച്ച് നിൽക്കണ്ട. ഉണ്ടോ, തിളങ്ങുന്നുണ്ടോ? ഇതിനകം ബ്രാസാണ് ഇത്, അല്ലാതെ ഉണ്ടോ, ഇത് ബ്രാസ് ആണിത്. എല്ലാവരുടെയും വിചാരം ഫുൾ ബ്രാസ് എടുക്കുമ്പോൾ അവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. ആ ഒരു തെറ്റിദ്ധാരണ മാറ്റാനാണ് ഞാനിത് കാണിക്കുന്നത്. അല്ലാതെ ഇത് ഒരിക്കലും ഞാനിങ്ങനെ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള കച്ചവടക്കാർക്ക് കച്ചവടം കുറയും അതൊന്നും അല്ല ഉദ്ദേശിക്കുന്നത്. കസ്റ്റമർ, ആസ് എ കസ്റ്റമർ എന്നുള്ള നിലയിൽ ഞാനും കസ്റ്റമറാണ്, എല്ലാവരും കസ്റ്റമറാണ്. ഇപ്പം അംബാനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അംബാനി വലിയ മുതലാളിയൊക്കെ ആയിരിക്കും, പക്ഷെ അംബാനിയും ഒരു കസ്റ്റമറാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അംബാനിയും കസ്റ്റമറാണ്. അയാളും പല സ്ഥലത്തുനിന്നും പല സാധനം വാങ്ങിക്കുന്നില്ലേ. നമ്മളെല്ലാവരും ലോകത്ത് എല്ലാവരും കസ്റ്റമർ തന്നെയാണ്. അപ്പോൾ ആ ഒരു നിലയിലാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം ഫുൾ ബ്രാസ് കാശുണ്ടെങ്കിൽ എടുക്കാം, കാശില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മാനദണ്ഡങ്ങൾ വെച്ചിട്ട് എടുക്കുക. ഇതുണ്ട്, ഇതുപോലെ നല്ല ഫേസ് ഇതുപോലെ നല്ലതായിട്ട് ഇരുന്നെങ്കിൽ മാത്രമേ ഉള്ളൂ ഓക്കെ ആയിട്ട് കത്തുള്ളൂ. ഇപ്പൊ ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത് എന്നാന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ബർണറോട് ഉണ്ടായിരുന്നു. 3 ബർണറിന്റെ ആ ബ്രാൻഡിൽ 3 ബർണറാണ് വരുന്നത്. നമുക്ക് റിനോവേഷൻ ചെയ്യാനായിട്ട് വന്നതാണ്. അല്ല, ഇതാണ് അവർ പോയിരിക്കുന്നത്. ഇത് അവർ 2 തവണ മാറി. ആകെ 3 വർഷം കണ്ട് ആയിട്ടുള്ളൂ. 3 വർഷത്തിൽ 2 തവണ മാറി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 2 തവണ അവർ നല്ല പൈസ റേസ് ചെയ്തു. പക്ഷെ ഇത് ഇപ്പൊ 2ാമത്തെ തവണ മാറിയതേ ഉള്ളൂ. ജസ്റ്റ് മാറി കഴിഞ്ഞപ്പോൾ ഇത് വന്ന. അപ്പൊ അവർ മടുത്തിട്ട് ഇത് വേണം ഇനി കുറെ നാൾ കത്തുമായിരുന്നു. പക്ഷെ അവരത് കത്തിച്ചില്ല. അവർക്കത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവർ പോകുന്നതാണ് തിരിച്ച്. പിന്നെ നിങ്ങൾ ഇങ്ങനത്തെ ഇതുപോലത്തെ ഒക്കെ ബർണർ എടുക്കുവാണെങ്കിൽ ഒരു ഗുണം എന്നാന്ന് പറഞ്ഞാൽ ഇതിൽ ഓട്ടോഗ്നീഷൻ വലിയൊരു സംഭവമൊന്നുമല്ല. അതായത് ഓട്ടോഗ്നീഷൻ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുന്നത് വലിയൊരു വാല്യുബിൾ അല്ല. അതായത് കുറേ നാളൊക്കെ ഇപ്പൊ ചിലർക്കൊക്കെ ഒരു ധാരണ ഉണ്ട്, 10,000 രൂപയുടെ സ്റ്റവ് വാങ്ങിച്ചാൽ ചാവുന്നവരെ യൂസ് ചെയ്യണം. അതൊക്കെ ഒരു പൊട്ടത്തരവേ ഞാൻ അതിനൊക്കെ പറയുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റവ് അല്ല ഇത്. പക്ഷേ ഇതിന്റെ ബർണർ പോയി കഴിഞ്ഞാൽ ഇതിന് 4-5 ടൈപ്പ് ടോപ്പ് വാങ്ങിക്കാൻ കിട്ടും നിങ്ങൾക്ക്. അതെല്ലാം ഇതിൽ യൂസ് ചെയ്യുകയും ചെയ്യാം. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡിലും ഈ ഒരു സാധനം ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇങ്ങനത്തെ സ്റ്റവ് ഒക്കെ എടുക്കുന്നെങ്കിൽ നിങ്ങൾ ഏത് വേണേലും എടുത്തോ. പക്ഷേ ഇതിൽ ഓട്ടോമാറ്റിക് വലിയൊരു സംഭവമല്ല കേട്ടോ. ഓട്ടോമാറ്റിക് കുറേ നാൾ കഴിയുമ്പോൾ പോകും. പക്ഷേ ലൈറ്റർ വെച്ച് കത്തിച്ച് യൂസ് ചെയ്യാം, വലിയ കുഴപ്പമൊന്നുമില്ല. ബർണർ പോയി കഴിഞ്ഞാൽ ഇത് പോയി കഴിഞ്ഞാൽ 900 രൂപയ്ക്ക് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കിട്ടും. ഒറിജിനലിന് നല്ല വിലയാണ്. 900 രൂപയ്ക്ക് ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ കിട്ടും. അത് ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടാലും നിങ്ങൾക്ക് കുറേ നാളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പം അതും ഒരു നല്ല കാര്യമാണ്. ഇങ്ങനത്തെ ബർണറൊക്കെ ചൂസ് ചെയ്താൽ നല്ലതാണ്. ഓട്ടോമാറ്റിക്കിൽ വലിയ കഥയില്ല കേട്ടോ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന്, ഇതിന്റെ ഒത്തിരി ടൈപ്പ് ഉണ്ട്, പറയാൻ പോയി കഴിഞ്ഞാൽ ഇത് ലെങ്തി ആയി പോവുള്ളൂ. അപ്പം ബർണർ പോകുന്നത് എങ്ങനെയാണ്, പിന്നെ ഇത് കത്തുമ്പം ഇതെങ്ങനെ കത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പോകുന്നത് എങ്ങനെയാണെന്നുള്ള, അതായത് നിങ്ങൾക്ക് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റവ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കുമല്ലോ. അപ്പൊ അത് കത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റൗവിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്ന കുറച്ച് സിംറ്റംസ് ഞാൻ കാണിച്ചു തരാം. അപ്പൊ ആ വീഡിയോസ് നിങ്ങളൊന്ന് കണ്ടു നോക്കും. അപ്പൊ അതൊക്കെ നിങ്ങളുടെ വീടുകളിൽ സംഭവിക്കുന്നുണ്ടെങ്കിൽ ബർണർ ഡാമേജ് ആണ് എന്നുള്ളത് ഒരു 90% നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും, ബർണർ ഡാമേജ് ആണെന്നുള്ളത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ഏത് സ്റ്റൗ എടുത്താലും, നിങ്ങൾ സെമി ബ്രാസ് എടുത്താലും ഫുൾ ബ്രാസ് എടുത്താലും നിങ്ങൾ വാറണ്ടി എടുക്കുകയാണെങ്കിൽ സേഫ് ആയിരിക്കും. അതായത് വാറണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് ഫുൾ വാറണ്ടി. ഇപ്പോൾ സ്റ്റൗവിന് ഫുൾ, ഇപ്പം നമ്മൾ ചിമ്മിനിക്കൊക്കെ എക്സ്റ്റൻഡഡ് വാറണ്ടി ചെയ്യുന്നുണ്ട്. ഫുൾ വാറണ്ടിയാണ്, കംപ്ലീറ്റ് വാറണ്ടിയാണ്. അതായത് അതിൻ്റെ ബോഡിക്കും ഗ്ലാസിനും എല്ലാത്തിനും നമ്മൾ വാറണ്ടി കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇവിടെ ആണെങ്കിൽ നമ്മൾ ബർണറിനും മിസിൻഡോവിനും ഗ്ലാസിനും വാൽവിനും ഒക്കെ നമ്മളിവിടെ എക്സ്റ്റൻഡ് വാറണ്ടി ചെയ്തു. പല കമ്പനികളും ബർണറിന് മാത്രമേ വാറണ്ടി കൊടുക്കാറുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെയല്ല. ഗ്ലാസ്, വാൽവ്, ബർണർ, അതിന്റെ ബെഡ്, വാൽവ്, ഓട്ടോഗ്നേഷന്റെ ജനറേറ്റർ, ഇതിനെല്ലാമാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത്. അപ്പൊ അത് നിങ്ങൾക്ക് നല്ലതാണെങ്കിൽ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ പുറത്തുനിന്ന് എടുക്കാം. അപ്പൊ എക്സ്റ്റൻഷൻ വാറണ്ടിയുടെ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എക്സ്റ്റൻഡർ വാറണ്ടിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞുതരാം. പിന്നെ എക്സ്റ്റൻഡർ വാറണ്ടിക്ക് നമുക്കിവിടെ പേയ്മെന്റ് അടയ്ക്കുന്നതിന് ഒത്തിരി കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഞാൻ കാണിച്ചു തരാം.
നോക്കട്ടെ, സമയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇട്ട് തരാം. അപ്പം അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ടുണ്ട് നിങ്ങൾ എന്തിനൊക്കെയാണ് ഇത് ചെയ്യേണ്ടതെന്നുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ ഒരു ഫ്രിഡ്ജിന് വാറണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരുടെ വാറണ്ടി എടുത്തപ്പോഴത്തേക്കിനും അവർക്കത് സേഫ് ആയിട്ട് തോന്നിയില്ല. ഈ കമ്പനിക്ക് കമ്പനിയുടെ വാറണ്ടി ഇവർക്ക് എടുത്തിട്ട് അവർക്കത് സേഫ് ആയിട്ട് തോന്നുന്നില്ല. 4 വർഷ വാറണ്ടി, ആ കമ്പനി 4 വർഷം വാറണ്ടി കൊടുക്കുള്ളൂ എന്ന് അവർ പറഞ്ഞു. അപ്പൊ ഈ 4 വർഷത്തേക്ക് വേണ്ട 8000 രൂപയോളം അടയ്ക്കണം. അപ്പൊ അവര് നോക്കിയപ്പോഴത്തേക്കിനും നമ്മുടെ ഇവിടെ 8099 രൂപയ്ക്ക് 8999 രൂപയ്ക്ക് 7 വർഷം ഫുൾ വാറണ്ടി കിട്ടുന്നുണ്ട്. അപ്പൊ അവര് ആ വാറണ്ടി വേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെ നിർത്തും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണേലും വാറണ്ടി എടുക്കാം. അപ്പൊ അവർക്ക് സേഫ് ഇതാന്ന് തോന്നി അവർ ഈ വാറണ്ടി എടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ നമ്മൾ കിച്ചൺ അപ്ലയൻസസിന് മാത്രമേ വാറണ്ടി കൊടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ എപ്പോഴും ചിമ്മിനിയുടെ കാര്യത്തിലാണെങ്കിലും ഇലക്ട്രിക്കൽ ആണ്. അപ്പോൾ ഇതുപോലുള്ള ബോർഡ്, ഡിസ്പ്ലേ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ പോകും, നല്ല വില വരും. അടുപ്പ് ഞാൻ എടുത്ത് പറഞ്ഞതിന്റെ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ചിലർക്ക് ഒരു മിഥ്യാ ധാരണകളുണ്ട്, അത് പൊക്കോട്ടെ എന്ന് ഓർത്തിട്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ വീണ്ടും എടുത്ത് പറയുന്നത്, നിങ്ങൾ ഒരു ഷോപ്പുകാരനാണ് ഇത് കാണുന്നെങ്കിൽ നിങ്ങളുടെ കച്ചവടം പോകുക, അങ്ങനെയൊന്നും അല്ല ഇതിനകത്ത് പ്രതികരിക്കും. നമ്മൾ കുറച്ചും കൂടെ നമ്മൾ ഭയങ്കര സത്യസന്ധനാകണമെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ വിൽക്കുമ്പം ആണെങ്കിലും നമ്മൾ അവരോട് കാര്യം പറഞ്ഞ് വിൽക്കുവാണെങ്കിൽ അധികം പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം എല്ലാ കമ്പനികളും അവരുടെ സേഫാണ് നോക്കുന്നത്, എല്ലാ ഷോപ്പുകളും അവരുടെ സേഫാണ് നോക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കസ്റ്റമറും നമ്മളുടെ സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം. അപ്പൊ ആ സേഫ് ആയിട്ടിരിക്കാൻ പല കമ്പനിയും നമ്മൾ കുറ്റം പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ ബ്രാൻഡുകൾക്കും കംപ്ലൈന്റ് വരും. ലോകത്തുള്ള എല്ലാ സാധനം മനുഷ്യനുണ്ടാക്കുന്നില്ല, അതിന് കംപ്ലൈന്റ് വരും. പക്ഷെ ആ കംപ്ലൈന്റ് വരാതിരിക്കാനായിട്ട് ആ കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് സർവൈവ് ചെയ്ത് പോകാനായിട്ട് നമ്മൾ അതിന്റെ പ്രൊട്ടക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അതിന് ഇതുപോലുള്ള വാറണ്ടിയും കാര്യങ്ങളും നിങ്ങൾക്ക് സേഫ് ആയിരിക്കും. അപ്പം വാറണ്ടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ സേഫാണ്. അത്ര ഏതായാലും ഇത്രയും കാശ് മുടക്കുന്നില്ലേ. നിങ്ങളൊരു 10000 രൂപയ്ക്ക് ഒരു സ്റ്റൗ എടുക്കുമ്പോഴത്തേക്കിനും ഒരു 4000-5000 രൂപ കൊടുത്തിട്ട് 10 വർഷത്തെ വാറണ്ടി അല്ലെങ്കിൽ 6 വർഷത്തെ 7 വർഷത്തെ വാറണ്ടി ഉണ്ടെങ്കിൽ അതും കൂടി എടുക്കുവാണെങ്കിൽ നിങ്ങൾ സേഫാണ്. ഈ 10-20,000 സ്പെയറിന് മുടക്കേണ്ട സ്ഥാനത്ത് നമുക്ക് അതിന്റെ പകുതി പൈസ പോലും മുടക്കേണ്ട വരുന്നില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ ഇവിടെയാണ് 1 രൂപ പോലും മുടക്കേണ്ട വരുന്നില്ല. ഞങ്ങൾ ഫുള്ള് ഫ്രീ ആയിട്ട് തന്നെയാണ് കൊടുക്കുന്നത്, അങ്ങനെയാണ് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വാറണ്ടി എടുത്താൽ അതാണ് സേഫ്, അല്ലാതെ അതിനകത്ത് വേറെ ഒന്നും പറയാനില്ല. വാറണ്ടി എടുക്കുക, സേഫ് ആവുക, അത്രേ ഉള്ളൂ. അപ്പം ബർണർ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കും. കണ്ടോ? പോലെ എല്ലാം എടുത്തോ? ഓക്കെ. അവസ്ഥ ഇതാണ്. കണ്ടില്ലേ, ഇതാ ഏറ്റവും വലിയ ബർണർ, അടുപ്പ് ഇതാണ്. പക്ഷെ അത് ഇതിലേക്കൂടെ ഓവർഫ്ലോ ചെയ്ത് ഇത് കത്തുന്നില്ല, ജസ്റ്റ് വെറുതെ ഒന്ന് മിന്നിയിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഇതാണ് രണ്ടാമത്തത്. അതിനകത്തുനിന്ന് ഇങ്ങനെ ഓവർഫ്ലോ ആണ്, വലിയ തീയൊന്നും വരുന്നില്ല. ഇത് ഏറ്റവും ചെറുതാണ്. പക്ഷെ ഇപ്പോൾ ഇത് രണ്ടും ഒരുപോലെയാണ് കത്തുന്നത്. ഇതാണ് വലിയ അടുപ്പ്. ഇതിനകത്തുനിന്ന് തീയും ഇല്ല, അത് ഉപയോഗിക്കാൻ പറ്റാത്ത ഭാഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്താ ഒരു സൊല്യൂഷൻ പറഞ്ഞു തന്നായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഞാൻ കുറച്ച് ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ട് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതിനെന്തായാലും ഒരു സൊല്യൂഷൻ വേണ്ടേ? ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടെങ്കിൽ
എന്താ വെച്ചാൽ ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ചേട്ടനൊന്ന് പറയട്ടോ. എനിക്ക് എന്തായാലും ഈ ബ്രാസ് ബർണർ വേണ്ട. ഈ ബർണർ അല്ലാത്ത ഇറ്റാലിയൻ അങ്ങനെയൊക്കെയുള്ള ബർണറിൻ്റെ കാര്യങ്ങളൊക്കെ ഇതിൽ